ഓ രണ്ടാളും വന്നാ എന്തെങ്കിലോ കഴിച്ചിട്ട് വേഗം പഠിക്കാൻ കേട്ടാ. അച്ഛന്റെ കൈവേന സുഖമുണ്ടോ? കൈവേന സുഖമായിട്ടാണ്. ചെറിയ വേനുണ്ട്. പണിക്ക് പോകാൻ കഴിഞ്ഞാൽ മതിയാണ്. പണിക്ക് പോകാത്തോണ്ട് അച്ഛന് പൈസ ഒന്നും ഉണ്ടാവില്ലല്ലേ? പൈസ എല്ലാം എങ്ങനെ തരും? അച്ഛൻ പറയുന്നു ഒന്നുമില്ലപ്പാ, കൈവേദന ചോദിക്കുന്നു. അച്ഛൻ ഫോൺ വന്നിട്ടാ എടുത്തോ. ആ ഹലോ. ആ ടീച്ചറാ. അത് സ്കൂളിൽ നിന്ന് ടൂർ പോകുന്നുണ്ട്. അതെയാ? അപ്പൊ ഒരു ദിവസത്തെ പരിപാടിയാണ്. ഇവരോട് ചോദിച്ചപ്പോ വരുന്നില്ലാന്നാ പറഞ്ഞത്. അതെയാ? ബാക്കി ക്ലാസ്സിലെ എല്ലാ കുട്ടികളും ഉണ്ട്. ഇവരെന്നോടൊന്നും പറഞ്ഞില്ല ടീച്ചറെ. ഞാൻ കുറച്ച് ദിവസമായി പണിക്ക് പോകാതെ, കൈക്ക് ചെറിയ പ്രശ്നമായിട്ട്. അപ്പൊ അതിന്റെ വിഷമം കൊണ്ട് ആരേക്കും പറയായിട്ടുണ്ടാവുക. പൈസ ഞാൻ പക്ഷേ രാവിലെ കൊടുത്തുവിടാ. പൈസ ഒന്നും കുഴപ്പമില്ല. ഞാൻ വിളിച്ചത് അവരെ കൂടി കൊണ്ടുപോകാന്ന് പറയാൻ വേണ്ടി വിളിച്ചതാണ്. അതല്ലേ? ആയിക്കോട്ടെ. നിങ്ങൾക്ക് ഓക്കെ അല്ലേ? ഓ നമുക്ക് ഓക്കെയാണ്. പൈസ പക്ഷേ നാളെ രാവിലെ കൊടുത്തുവിടാ. പൈസന്റെ പ്രശ്നമില്ല. അതെല്ലേ? എന്നാ ഓക്കെ. നാളെ കാര്യങ്ങളെല്ലാം അവരോട് പറഞ്ഞു വിടാം. ഓക്കെ ടീച്ചർ. ഓക്കെ. ആണ് നിങ്ങൾ സ്കൂളിൽ ടൂർ പോകുന്ന കാര്യം എന്നോട് പറയുന്നേ. അച്ഛൻ പണിക്കൊന്നും പോവാത്തല്ലേ, പൈസ ഒന്നും ഉണ്ടാവൂലെന്ന് വെച്ചിട്ടാണ്. അച്ഛൻ വിഷമാവൂലെന്ന് വെച്ചിട്ട്. അച്ഛനൊന്നും വിഷമാവില്ല. പൈസ എങ്ങനെ ഞാൻ ഉണ്ടാക്കി തരും. അതല്ല, ഒരു ക്ലാസ്സിൽ എല്ലാവരും ടൂർ പോകുമ്പോൾ നിങ്ങൾ രണ്ടാളും മാത്രം പോകാൻ നിൽക്കുമ്പോൾ അച്ഛന് കൂടുതൽ വിഷമാവുക. ഞാൻ പറയണ്ടേ? നാളെ എന്ത് ചെയ്യണം? നമുക്ക് അച്ഛൻ പൈസ തരും. ടീച്ചർ പോകുക, ടൂർ പോകേണ്ട കാര്യങ്ങൾ കേട്ടോ. ഓക്കെ.